ഹലോ, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് നമ്മുടെ സ്വന്തം ഇഡ്ലി കൊണ്ടൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇഡ്ലി 65. ഇത് ഇഡ്ലിയാണെന്ന് തോന്നുക പോലും ഇല്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. കണ്ടു നോക്കൂ. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഇഡ്ലി 6 പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഇടുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇഡ്ലിയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഇപ്പൊ ചേർക്കണ്ട. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തി കൊടുക്കുന്നത്. ഇത് അധികം പുളിയുള്ള തൈരൊന്നല്ല, കട്ടിയുള്ള തൈര്. നമുക്ക് കൈകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ എല്ലാ സ്ഥലത്തിലും അത് എത്തുകയുള്ളൂ. ഇതിപ്പോ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് എല്ലാ സ്ഥലത്തും എത്തിയത്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഇട്ടത് കൊണ്ട് ഭയങ്കര പുളി ഉണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒന്നും കൂടി യോജിപ്പിക്കാം. ജസ്റ്റ് എല്ലാം അവിടെ ആക്കണം, കൈകൊണ്ട് അധികം ഇഡ്ലി പൊട്ടാത്ത രീതിയിൽ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വറുത്ത ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആ ചില്ലി പൗഡർ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം വറുത്തെടുക്കാൻ. നല്ല കാശ്മീരി ചില്ലിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കളർ വരും കേട്ടോ. കാശ്മീരി ചില്ലി ഇല്ലാത്തവർക്ക് നോർമൽ ചില്ലി ഇടാം, പക്ഷെ ഈ കളർ വരില്ല എന്ന് മാത്രം. ഇപ്പൊ ഇത് നന്നായി വറുത്തെടുക്കാം. നമുക്ക് നല്ല ഗോൾഡൻ കളറിൽ ഏകദേശം ഒരു ബ്രൗണിഷ് ആവുന്നവരൊന്ന് വറുക്കാട്ടോ. നല്ല ക്രിസ്പി ആവണം. എന്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഏകദേശം ആവാറുണ്ട്. 2 മിനിറ്റും കൂടി ആവട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇത് പായിട്ടുണ്ട്, നമുക്കിത് വാങ്ങിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറുത്തിടാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലവണ്ണം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ നല്ലവണ്ണം ഒഴിക്കുന്നുണ്ട്. ഇതിന് ഓയിൽ വേണം കേട്ടോ, എന്നാലേ ഇത് ഇഡ്ലി 65 നന്നായി വരുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെരിഞ്ചീരകം ഇഷ്ടമില്ലാത്തവർക്ക് ഇടണമെന്നില്ല, എന്നാലും ഇതൊരു ഫ്ലേവർ ഉണ്ട്. 2 ചുവന്ന മുളകും കൂടി പൊട്ടിച്ചിടാം. കുറച്ച് കരിവേപ്പിന്റെ ഇലയും കൂടി ഇടാം. ഇതിൽ ഉള്ളി തക്കാളി ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ. പച്ചമുളകൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം, ചോപ്പ് ചെയ്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും കൂടി ചേർത്തി കൊടുക്കാം. ഇനി ഇത് നന്നായി സോട്ട് ചെയ്യണം കേട്ടോ. പച്ചമണം ഫുള്ള് മാറണം, ഇഞ്ചിടിയും വെളുത്തുള്ളിടിയും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് ഉടയ്ക്കണം നന്നായിട്ട്. തൈര് ഉടച്ച് മിക്സ് ആവണം അതിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, നല്ല ജീരകത്തിന്റെ പൊടി. ഇനി ഇതിനെ നമുക്ക് നന്നായി അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. എണ്ണ കുറവാണെങ്കിൽ ഈ സ്റ്റേജിൽ അത് കരിഞ്ഞു പോവും, അതുകൊണ്ടാണ് എണ്ണ കൂടുതൽ ഒഴിക്കാൻ പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഡ്ലി ചേർത്തി കൊടുക്കാൻ വറുത്ത് വെച്ചിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്യാം. ഇത് കണ്ടോ, നമ്മൾ ഒരു കളറും ഫുഡ് കളറും ഉപയോഗിക്കാതെ തന്നെ നല്ലൊരു കളറിൽ നല്ല ടെക്സ്ചറിൽ തന്നെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇഡ്ലി 65. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയാൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇഡ്ലി 65 ഏകദേശം റെഡിയായി. എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഡിഫറെന്റ് ഫ്ലേവറും ടേസ്റ്റും ഉണ്ട്. ഈ ഇഡ്ലി ആണെന്ന് തോന്നില്ല. ഇവിടെ പലരും വിചാരിച്ചത് പനീറാണെന്നാണ്. അപ്പൊ ഞാൻ ഇതിനെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.